ഹലോ, ആദ്യം തന്നെ ഈ വീഡിയോയ്ക്ക് എന്ത് ടൈറ്റിൽ ഇടുമെന്നായിരുന്നു എൻ്റെ കുറേ ദിവസത്തെ ചിന്ത. ഫൈനലി ഒന്നും കിട്ടാതായപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടിയിടാമെന്ന് വിചാരിച്ചു. ലിറ്ററേച്ചറും ഡാൻസും കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് ഇപ്പം നീ വെറും ഡാൻസ് ടീച്ചറായി പോയല്ലോ എന്ന് കുറേ പേര് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇതാണ് എൻ്റെ റൈറ്റിംഗ് ആൻഡ് റീഡിങ് സ്പോട്ട്. കുഞ്ഞിൽ നിനക്ക് എന്താവണം എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊരു ഉത്തരേ പറയാനുണ്ടായിരുന്നുള്ളൂ, ടീച്ചർ. ആദ്യം എനിക്ക് ഇംഗ്ലീഷ് ടീച്ചർ ആവണം എന്നായിരുന്നു, പിന്നീട് അത് ഡാൻസ് ടീച്ചറായി മാറി. പിന്നെ എന്തിനാ ലിറ്ററേച്ചർ എടുത്തേ എന്ന് ചോദിച്ചവരോട് ഞാൻ ലിറ്ററേച്ചർ പഠിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, എനിക്ക് വേണ്ടി എഴുതാനും എനിക്ക് വേണ്ടി വായിക്കാനും. എഴുത്തും വായനയും എൻ്റെ അച്ഛമ്മയുടെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും കസിൻ ചേച്ചിമാരുടെ അടുത്തുനിന്നും കിട്ടിയ ശീലങ്ങളാണ്. എൻ്റെ അച്ഛമ്മ പണ്ട് മുതൽ ഇപ്പോൾ വരെ ഡയറി എഴുതും. മുപ്പത്തിയുടെ അടുത്തുനിന്നാണ് എനിക്ക് ഡയറി ശീലം കിട്ടിയത്. പിന്നെ ഈ വീഡിയോ കാണുന്നത് ഒരു ഇയർലി പ്ലാനറാണ്. ഇത് എൻ്റെ ചേച്ചിയുടെ അടുത്തുനിന്ന് കിട്ടിയ ശീലവും. പക്ഷേ ഞാനൊരു കൺസിസ്റ്റൻറ്റ് റൈറ്റർ അല്ല. എന്നെക്കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങളിൽ ഞാൻ എഴുതും. ഇപ്പോൾ ഇതിൽ കാണുന്നതാണ് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്സ്. ഓരോ മൂഡിനനുസരിച്ച് ഓരോ ബുക്സ്. എൻ്റെ കളക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് വട്ടാണ്. ഇപ്പോൾ കാണുന്ന ബുക്കാണ് എൻ്റെ പേഴ്സണലായിട്ട് എഴുതുന്ന ഒരു കുഞ്ഞു നോട്ട്ബുക്ക്. എൻ്റെ എമോഷൻസും ഫീലിങ്സും അന്നത്തെ ദിവസത്തിനെ കുറിച്ചുള്ള എല്ലാ പ്രാന്തവും അതിനകത്തുണ്ടാവും. എന്നെ നല്ലോണം അറിയാവുന്നവർക്കറിയാം, പണ്ട് തൊട്ടേ എനിക്ക് നോട്ട്ബുക്സും സ്റ്റേഷനറിയും ഒരു വീക്ക്നെസ് ആണെന്ന്. ഇതാണ് എൻ്റെ വർക്കിന് കൊണ്ടുപോകുന്ന പ്ലാനിങ് ഡയറി. ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കുന്ന ഒരു കുഞ്ഞു ഡയറി. പിന്നെ പുതിയൊരു നോട്ട്ബുക്ക് കിട്ടിയപ്പോൾ അതിലായി ഇപ്പം എൻ്റെ പോയം റൈറ്റിംഗ്. ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇത് ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ ബുക്കാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിത് എടുത്തോട്ടെ എന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു എടുത്തോ എന്ന്. ഇതൊരു ആർട്ട് ജേർണലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതൊരു സെൽഫ് ട്രോളിങ് ജേർണലാണ്. എന്നെ തന്നെ കോമഡിയാക്കി വരയ്ക്കുന്ന ഒരു ജേർണൽ. എൻ്റെ ഫേവറേറ്റ് കളർ പേർപ്പിളാണ്. ഇതിൽ പേർപ്പിൾ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആ കുട്ടിയാണ് ഞാൻ. എൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ആ ബുക്കിൽ വരച്ചിരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ പൊട്ടത്തരം. ഇതെനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ട്ബുക്കാണ്. ബിക്കോസ് എൻ്റെ അനിയൻ ഞാൻ അബുദാബിയിലോട്ട് വരുന്ന ടൈമിൽ നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ജേർണൽ, പ്ലാനർ, ഡയറി അങ്ങനെ എന്തെങ്കിലും. അവനിതൊന്നും ആ സമയത്ത് കിട്ടാത്തതുകൊണ്ട് എനിക്കൊരു നോട്ട്ബുക്ക് മേടിച്ചു തന്നു. എന്നിട്ട് ഇങ്ങനെ കുറേ എഴുതി തന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലിപ്പോൾ ഞാൻ കണക്ക് എഴുതുന്നു. അടുത്തത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു ക്യൂട്ട് ലിറ്റിൽ നോട്ട്ബുക്കാണ്. ഇതിൽ ഞാൻ ചിലപ്പോൾ കോട്ട്സ് എഴുതും, ചിലപ്പോൾ അന്നുള്ള എൻ്റെ എന്തെങ്കിലും ഒരു എമോഷൻസ് എഴുതും, ചിലപ്പോൾ വല്ല തെറിവിളിയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. കുറേ ദിവസം കഴിഞ്ഞത് വായിച്ച് നോക്കുമ്പോൾ നല്ല രസവും. ചിലപ്പോൾ വിചാരിക്കും എന്ത് തേങ്ങയാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഹീലിംഗ് തെറപ്പിയുടെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് ഈ ജേർണൽസൊക്കെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ദുബായ് മാളിലോട്ട് ചുമ്മാ കറങ്ങാൻ പോയപ്പോൾ എനിക്ക് മേടിച്ചു തന്നതാണ് ഈ 2 നോട്ട്ബുക്കും. 99 തിങ്സ് ഐ വോണ്ട് ടു ഡു ആൻഡ് നോട്ട്സ് ടു സെൽഫ്. ഇതിൽ ഓരോ പേജും ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് എന്നെക്കുറിച്ച് ആലോചിക്കും. ചിലപ്പോൾ എനിക്ക് ആൻസർ പോലും ഉണ്ടാവില്ല. പിന്നെ ആലോചിക്കും എനിക്ക് എന്നെ തന്നെ അറിയാതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഈ ഭൂമിയിലുള്ള ആൾക്കാരെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന്. പിന്നെ ഞാൻ എന്നെ സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങി. എനിക്കെന്താ ഇഷ്ടം, എനിക്കെന്താ ഇഷ്ടക്കേട് എന്നൊക്കെ. ആൻഡ് ഐ ഡിസ്കവേർഡ് വൺസ് യു സ്റ്റാർട്ട് മേക്കിംഗ് യുവർ സെൽഫ് ഹാപ്പി, ഓട്ടോമാറ്റിക്കലി യു വിൽ സ്റ്റാർട്ട് മേക്കിംഗ് ദ അതർ പീപ്പിൾ ഹാപ്പി ടു. ഇത് ഞാൻ പറയാവുന്നതിൻ്റെ കാരണം ഞാനൊരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു. ബിക്കോസ് എനിക്കത് താല്പര്യമില്ലെങ്കിലും എനിക്ക് അവിടെ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ച് കുറഞ്ഞു. എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ നോ എന്ന് ഞാൻ പറയാൻ പഠിച്ചു. സോ ജേർണൽസ് ആർ ഹെൽപ്പിംഗ് മീ ഗ്രോ. അടുത്തത് എൻ്റെ പോം റൈറ്റിംഗ്. ലിറ്ററേച്ചർ പഠിക്കുന്നതിന് മുന്നേ വരെ പോയം റൈറ്റിംഗ് എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ മലയാളത്തിൽ കവിതകൾ എഴുതും. ഞാൻ എഴുതുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും ആ ശീലം എനിക്ക് അമ്മയുടെ അടുത്തുനിന്ന് കിട്ടിയതാണ്. ഇപ്പം ഞാൻ തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ സ്റ്റോറീസും എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് തന്നൊരു ക്യൂട്ട് ലിറ്റിൽ നോട്ട്ബുക്കാണ് ഇത്. ഇപ്പോൾ പിന്നെ ജങ്ക് ജേർണലിംഗ് ആണല്ലോ ട്രെൻഡ്. ഞാനും തുടങ്ങി ജങ്ക് ജേർണലിംഗ്. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ.